ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തദ്ദേശ വകുപ്പിൽ എന്തൊക്കെയാണ് ഈ കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്? അതുപോലെ മാലിന്യമുക്ത കേരളം അത് നടപ്പാക്കാനുള്ളത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തദ്ദേശ വകുപ്പിൽ കിഫ്ബി വഴി നേരിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നില്ല. കാരണം തദ്ദേശ വകുപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണല്ലോ, അവരാണ് ഭരിക്കുന്നത്. തദ്ദേശ വകുപ്പ് ഭരണത്തിന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകുന്നു, സഹായം നൽകുന്നു, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. വകുപ്പ് നേരിട്ട് ഭരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ, സ്വയംഭരണ സ്ഥാപനം, അതുകൊണ്ടാണ് സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത്. സ്മാർട്ട് ആക്കുന്നതിന് വേണ്ടിയുള്ള അതില് ധനസഹായം കിഫ്ബിയുടെ അല്ല. കാരണം ധനസഹായത്തിന്റെ മറ്റ് സ്രോതസ്സുകൾ ആണ് നമ്മൾ ആലോചിച്ചത്. കിഫ്ബി പ്രധാനമായിട്ടും അടിസ്ഥാന സൗകര്യ വികസനമാണ്. റോഡ്, പാലം, സ്കൂള്, ആസ്പത്രി, കെട്ടിടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ താലൂക്ക് ആസ്പത്രികൾ ഒക്കെ വലിയ കെട്ടിട സൗകര്യങ്ങൾ പോകുന്നില്ലേ, കിഫ്ബിയാണ് അതിന് കാരണമായത്. തദ്ദേശ വകുപ്പിന്റെ കാര്യത്തിൽ നോക്കിയാൽ പ്രധാനമായിട്ടും ഈ കാലയളവിൽ പ്രധാനമായിട്ടും ഞങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ, ഒന്ന് ഡിജിറ്റൽ ഗവേണൻസ് സമ്പൂർണ്ണമാക്കുക എന്നുള്ളതാണ്. അതിൽ പൂർണ്ണമായി വിജയിച്ചു. അതുപോലെ എൻ്റെ മണ്ഡലത്തിലെ കിഫ്ബിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ റെയിൽവേ മേൽപ്പാലമാണ്. സുശീലപ്പടി റെയിൽവേ മേൽപ്പാലം 45 വർഷത്തെ അവിടുത്തെ ആളുകളുടെ ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചെന്നപ്പോൾ ആ പ്രദേശത്തെ ആളുകൾ മുഴുവൻ വന്ന് വളഞ്ഞ് എന്നോട് ചോദിച്ചത് ഇത് ശരിയാക്കി തരുമോ എന്നാണ്. ശരിയാക്കി തരുന്നവർക്ക് ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പ് യാഥാർത്ഥ്യമാവുകയാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അത് കിഫ്ബി ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരിക്കലും സാധ്യമല്ല. കാരണം 30 കോടി രൂപയാണ് സർക്കാർ കിഫ്ബിയിൽ നിന്ന് ആ പാലത്തിനായിട്ട് അനുവദിച്ചത്. 30,62 ലക്ഷം രൂപ. അതിൻ്റെ ഏറ്റവും വലിയ ചെലവ് വരുന്ന കാര്യം ഭൂമി ഏറ്റെടുക്കലാണ്. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി കഴിഞ്ഞു. മുഴുവൻ ഭൂവുടമകൾക്കും പണം കൈമാറിക്കഴിഞ്ഞു. എല്ലാവരും ഹാപ്പിയാണ്. ഒരു അലോസരം പോലും ഇല്ലാതെ നമുക്ക് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതുപോലെ 128 കോടിയുടെ മറ്റൊരു റോഡ് കുമ്പിടിയിൽ നിന്ന് വരണ്ടുകുറ്റിക്കടവ് വരെ എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴ, ഇപ്പോൾ പട്ടാമ്പി പാലം ഉണ്ടല്ലോ, അതുവരെയുള്ള ഒരു റോഡ് കിഫ്ബിയിൽ 128 കോടിയാണ്. അതത്ര അനുവദിച്ചത് റോഡ് 13 മീറ്ററിൽ വീതി കൂട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വശങ്ങളിലും സ്ഥലം ഏറ്റെടുക്കണം. ഭൂമി ഏറ്റെടുക്കാനാണ് വലിയൊരു തുക വരുന്നത്. അപ്പോൾ ഒരു തനി ഗ്രാമീണമായ റോഡായിരുന്നത് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡായിട്ട് മാറാൻ പോവുകയാണ്. വീതി കൂട്ടി മികച്ച നിലവാരത്തിൽ. കിഫ്ബി ഇല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെയൊന്നും റോഡ് കേരളത്തിൻ്റെ ഗ്രാമീണ മേഖലയിൽ നമുക്ക് ആലോചിക്കാനേ പറ്റുന്ന കാര്യമല്ല. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് കൂറ്റനാട് ജംഗ്ഷൻ. ആ കൂറ്റനാട് ജംഗ്ഷൻ നവീകരണം നമുക്ക് സാധ്യമായത് അത് കാരണം ഒരു കുടിസായിട്ട് ഇടുങ്ങിക്കിടന്ന എത്രയോ കാലം ഈ തൃത്താലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മുനിസിപ്പാലിറ്റി പോലും ഇല്ല, ഗ്രാമീണമായിട്ടുള്ള മേഖലയാണ്. എന്നാൽ ഇതൊരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. അതിങ്ങനെ മുരടിച്ച് കിടന്ന ഒന്നാണ്. ആ ജംഗ്ഷൻ നവീകരണത്തിന് ആദ്യം കിഫ്ബിയിൽ നിന്ന് 13,29 ലക്ഷം രൂപ അനുവദിച്ചു. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കലിനും മറ്റൊക്കെ ആയിട്ട് കൂടുതൽ തുക വേണ്ടി വരും എന്ന് കണ്ടപ്പോൾ വീണ്ടും ഒരു 13,00,00,000 രൂപ എന്ന് പറഞ്ഞാൽ ഇരട്ടിയായിട്ട് വന്നു. അപ്പോൾ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ, മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ്. അത് കിഫ്ബിയിൽ നിന്നാണ്. പിന്നെ രണ്ടാമത്തെ വലിയ പദ്ധതി 30 കോടിയുടെ സുശീലപ്പടി റെയിൽവേ മേൽപ്പാലം, അരനൂറ്റാണ്ടിൻ്റെ സ്വപ്നം, അത് കിഫ്ബിയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ജംഗ്ഷൻ അത് നവീകരിക്കാനുള്ള ഫണ്ട് ആദ്യം അനുവദിച്ചതിൻ്റെ ഇരട്ടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു. അത് കിഫ്ബിയിൽ നിന്നാണ്. സ്കൂളുകൾ, ഒരു ഡസനുള്ള സ്കൂളുകൾ കിഫ്ബിയിൽ നിന്നാണ്. മണ്ഡലത്തിൻ്റെ വികസനം മൈനസ് കിഫ്ബി വളരെ കുറവായിരിക്കും. കിഫ്ബിയാണ് ഈ വൻ വികസനത്തിന് സാഹചര്യമൊരുക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.